ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാലത്തോട്ടിട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നല്ല നാടൻ രീതിയിലുള്ള ഒരു മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറന്നു പോവില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നല്ലേ കുട്ടികൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അവർക്ക് അങ്ങനെ ചപ്പാത്തി കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്നും ഒരേപോലെ ഉണ്ടാക്കി കൊടുക്കണ്ട പറഞ്ഞിട്ട് ഇന്ന് ഇടിയപ്പം കൊടുക്കാൻ വേണ്ടത് മാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാവ് നല്ലതുപോലെ തന്നെ ഒന്ന് നല്ല തിളച്ച വെള്ളത്തിൽ നല്ല വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഓയിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നമ്മൾ വീട്ടിൽ അരി കഴുകി പച്ചരി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. സേവനാഴിയിൽ മാവൊക്കെ ഒന്ന് ഫില്ല് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതുപോലത്തെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഇടിയപ്പം ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം സ്റ്റീം ചെയ്ത് എടുക്കാനും പറ്റും, വേഗം ആവും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 ആവിക്കുള്ള ഇടിയപ്പം ഉണ്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അധികം കട്ടിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നല്ല തിന്നായിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്കിത് ഒന്ന് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഹോട്ട് ബോക്സിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നല്ലേ ഫറൂട്ടിയും അതുപോലെ ഫഹദൂട്ടിയൊക്കെ മദ്രസയിലേക്ക് പോയിക്കാണ് കേട്ടോ. അവർ വന്നിട്ടില്ല. അപ്പോഴത്തേനും ഇവിടെ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അവർ വരുമ്പോഴത്തേനും വേഗം എടുത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ വെറുതെ സ്പെൻഡ് ചെയ്യേണ്ടാവുന്നിട്ട് നേരത്തെ അവർ മദ്രസയ്ക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ഇതൊക്കെ റെഡിയാക്കാൻ നിന്നു. പിന്നെ കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കടല മുളകിട്ട കറിയാണ് കേട്ടോ അന്ന് വെച്ചിട്ടുള്ളത്. അങ്ങനെ മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ ഉച്ചക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആകെ മൊത്തം തിരക്ക് കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അയിലമീൻ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അയിലമീൻ വെച്ചിട്ടാണ് ഇന്ന് നല്ല അസൽ തനി നാടൻ രീതിയിൽ മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇവിടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. നല്ലപോലെ വെട്ടി തിളച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് വീണ്ടും വേവാനാകുന്ന ടൈമിൽ ഒന്നും കൂടി നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മളതിനെ വാർത്തെടുക്കുന്നത്. ഉപ്പിട്ടാണ് കേട്ടോ ഇവിടെ ചോറൊക്കെ വെക്കാറുള്ളത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതവിടെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേനും ഉമ്മ അവിടെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പുളി കാര്യങ്ങളൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒന്ന് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിതവിടെ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ സോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. എനിക്ക് ചെറിയ ഉള്ളി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതലും ഉമ്മ തന്നെയാണ് കേട്ടോ അവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കാറുള്ളത്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ ഇന്നിപ്പോൾ ഉമ്മ മീൻ നേരാക്കാനായിട്ട് നിന്നുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്താ മുളകും നല്ലപോലെ മാരിനേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീനിനെയൊക്കെ. പിന്നെ അതിനെയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം, ഒന്ന് സെറ്റ് ആകണമല്ലോ. മുളകൊക്കെ പിടിച്ച് വരട്ടെ, ഉപ്പും മുളകൊക്കെ പിടിച്ച് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഇതിൽ 2-3 മെത്തേഡിൽ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മീൻ വറ്റിച്ചത്. ഇപ്പോൾ ഞാൻ ഒരു രീതിയിൽ കാണിക്കണോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ ഞാൻ ഒരു 2 സവാളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ചെറുതാക്കിയിട്ട് കട്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നടുകെ കീറിയതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വെച്ചാൽ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം കുറവാക്കി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മല്ലിപ്പൊടിയും മുളകും ഇതൊക്കെ ഞാൻ വെറുതെ ഒന്ന് വഴറ്റിയെടുത്തിട്ടും ചെയ്യാറുണ്ട് കേട്ടോ എണ്ണയിൽ. അങ്ങനെ പല മെത്തേഡിലും ചെയ്യാറുണ്ട്. ഇത് ഒരു മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളീനെ നല്ലതുപോലെ ഒന്ന് ഞൊരണ്ടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നല്ലേ നമ്മുടെ ചാനലിലെ കുറേ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബെല്ലൈക്കൻ ഉണ്ടല്ലോ, അത് ഓളാണോ കൊടുത്തിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിൽ ഓൾ അല്ലെങ്കിൽ ഓൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷന് നമ്മുടെ ഹോം പേജിൽ വന്ന് കിടക്കും. ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. ലൈക്ക് ചെയ്താലും ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഹോം പേജിലേ വരും കേട്ടോ. അങ്ങനെ ഇതവിടെ നമ്മൾ നേരത്തെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചല്ലോ, ആ മീൻ എടുത്തിട്ടുണ്ട്. ഫിഷിനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതവിടെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ അതിനെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേനും ഇവിടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. ഞാൻ അയില മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതവിടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നല്ലേ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയില്ലേ ആ ടൈമിലൊക്കെ. ചില ടൈമിൽ അങ്ങനെയും ചെയ്യാറുണ്ട്, ചില ടൈമിൽ ഇങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ കുടംപുളി ഇട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പല മെത്തേഡുകളും ഉണ്ട്, പല രീതികളും ഉണ്ട് കേട്ടോ മീൻ വറ്റിച്ചതിന്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് കേട്ടോ കാണിച്ചെടുക്കുന്നത്. അങ്ങനെ ഇതവിടെ മീനൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും മീൻ കറിയിൽ നിറയെ കറിവേപ്പില ഇടാറുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതവിടെ കുറച്ചധികം തന്നെ കറിവേപ്പിലയൊക്കെ എടുത്ത് ഇതിലേക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ അടച്ച് വെച്ചാൽ എന്നിട്ട് നമുക്ക് പിന്നീട് തുറന്നാൽ മതി കേട്ടോ കഴിക്കുന്ന സമയത്ത്. പിന്നെ ഇതവിടെ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മീൻ കറി ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയണതല്ലേ എന്ന് വിചാരിക്കില്ലേ. ഞാൻ കാണിക്കുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അങ്ങനെ മീനൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം ഇവിടെ ചോറൊക്കെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ചോറ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ചെറിയ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അധികം ആരും ഇല്ലല്ലോ, ഞങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കൂടുതൽ വെച്ചിട്ട് വേസ്റ്റ് ചെയ്യേണ്ട വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ രാത്രി എന്തെങ്കിലും നാഷ്ട ഉണ്ടാക്കാമെന്ന് വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു വെച്ചാൽ പെട്ടെന്ന് വിശക്കണ വേണ്ടിയിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേനും കഴിക്കും. പിന്നെ അവർ മീൻ കഴിക്കില്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് കുറച്ച് വെള്ളപ്പയറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊന്ന് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ടൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കത് വെറുതെ ഒന്ന് താളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മീൻ കറി വെക്കുന്ന ടൈമിൽ തന്നെ നമ്മളിതുപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളിപ്പോൾ ഒരു കറി വെക്കാൻ അതിന് എടുത്തിട്ടുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഞാൻ അധികം പാത്രങ്ങളൊന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഒരു കറി വെക്കണമെങ്കിൽ എന്തിനും കൂടുതൽ പാത്രങ്ങൾ വലിച്ചിടുന്നത് എനിക്കധികം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും പാത്രം എടുത്ത് വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് കഴുകിയിട്ട് ആ പാത്രം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കൂടുതൽ പണികൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. കിച്ചൺ ആണെങ്കിൽ എന്നും നീറ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതവിടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ചോറൊക്കെ വിളമ്പി, അതുപോലെ തന്നെ ഞങ്ങൾ വിളമ്പി എന്നാണ് പറയുക. നമ്മുടെ ഓരോ നമ്മുടെ ഭാഷ അത് എന്തായാലും പുറത്ത് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയായാലും അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻ കറിയും മീൻ പൊരിച്ചതും അതുപോലെ നാരങ്ങ ഉപ്പിലിട്ടത്, അച്ചാറുണ്ടായിരുന്നു. പിന്നെ അച്ചാർ എടുത്തില്ല കേട്ടോ. ഇതും മുളക് കറി ആയതുകൊണ്ട് അച്ചാർ എടുത്തില്ല, ഉപ്പിലിട്ടതും. ഇതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.